സ്റ്റുഡൻസ് എല്ലാവരും തന്നെ MBBS കൗൺസിലിംഗിന്റെ ധൃതിയിലാണെന്ന് നല്ലോണം അറിയാം. കാരണം ആപ്ലിക്കേഷൻസ് ഒക്കെ ഓരോ സ്റ്റേറ്റിലും അതുപോലെ ഓൾ ഇന്ത്യ കോട്ടയൊക്കെ ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ആവാനായിട്ട് ഏകദേശം ടൈമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഓൾറെഡി അതർ സ്റ്റേറ്റ്സ് ഒക്കെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത സ്റ്റേറ്റ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിടക്കുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്. ഓൾറെഡി തന്നെ കുറെ സ്റ്റേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ്ലി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓപ്പൺ ആകാനുള്ള കുറെ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഓൾ ഇന്ത്യ കോട്ട ആയിക്കോട്ടെ, MBBS ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസ് സംബന്ധിച്ചും ഇപ്പം ഏറ്റവും കൂടുതൽ അവര് ക്രിട്ടിക്കൽ ആയിട്ടൊരു മൊമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഓരോ സ്റ്റേറ്റിന്റെ എന്താ പറയുന്നത് കൗൺസിലിംഗിന്റെ പ്രൊസീജിയറും അവരുടെ ബ്രോഷറും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ആകാത്ത ഒരു സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ UG 2025 നീറ്റ് ടു 2025 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രോഷർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേറൊന്നും കൊണ്ടല്ല നോക്കാൻ കാര്യം എന്ന് പറയുന്നത്, അവർ ഇറക്കിയിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിലാണ്. സോ അത് പല സ്റ്റുഡൻസിനും മലയാളീസിനെ സംബന്ധിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പലരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു കുറെ വന്നേക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആലോചിക്കായിരിക്കും ഏതാണ് ആ സ്റ്റേറ്റ് എന്നല്ലേ. ഒബിയസ്ലി എനിക്ക് പറയാനായിട്ട് സാധിക്കും UP ഉത്തർപ്രദേശിന്റെ ഒരു ബ്രോഷറിനെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുന്നത്. അവർ ഇറക്കിയിരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെയാണ് ഈ ഒരു ബ്രോഷർ ഇറക്കിയിരിക്കുന്നത്. സോ അത് വായിച്ച് മനസ്സിലാക്കാനും അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ വയ്യാത്ത സ്റ്റുഡൻസ് സംബന്ധിച്ച് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ എന്ന് എനിക്കിത് പറയാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് കടക്കാം. സോ ആദ്യം തന്നെ ഗൂഗിളിൽ upneet.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നീറ്റ് 2025 UG ബ്രോഷർ കാണാനായിട്ട് സാധിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്ന ഒരു ബ്രോഷറാണിത്. ഇത് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തന്നെ ഇത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ബ്രോഷർ പ്രകാരം ചാപ്റ്റർ 3 മുതൽ ഒരു ജസ്റ്റ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 3 മുതലാണ്. 3-നകത്ത് നമുക്ക് കാണിക്കുന്നത് അവരുടെ റിസർവേഷൻ കാറ്റഗറി വൈസിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതാണ്. അത് അവരെടുത്ത് പറയുന്നുണ്ട് UP സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ചാപ്റ്റർ 4 മുതലാണ് അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. അതായത് രജിസ്ട്രേഷൻ പ്രോസസിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നീറ്റ് UG 2025 റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും വെച്ചിട്ട് തന്നെ ആദ്യം ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ച് മാത്രം എൻട്രി ചെയ്യുക. വൺസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് അതൊരു ചേഞ്ചിനുള്ള ടൈം അനുവദനീയമായിട്ടുള്ളതല്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒരു എമൗണ്ട് വരുന്നുണ്ട്, ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 2000 rupees ആണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് കൗൺസിലിംഗിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീസ് മാത്രമാണ് 2000 rupees എന്ന് പറയുന്നത്. സോ കാൻഡിഡേറ്റ് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഓൺ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മെസ്സേജസും പിന്നീടുള്ള അപ്ഡേറ്റ്സും ഒക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ 2000 rupees. അത് നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നീട് ഒരു എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് നോൺ റീഫണ്ടബിൾ ആണത്. ആഫ്റ്റർ രജിസ്ട്രേഷൻ, നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ ഫോമും രജിസ്ട്രേഷൻ അടച്ച ഫീ അതായത് നിങ്ങൾ അടച്ച ഫീസ് ഉണ്ടല്ലോ 2000 rupees, അതിന്റെ റെസിപ്റ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൈ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഫർദർ നിങ്ങളുടെ പ്രൊസീജിയറിനകത്ത് ഇതൊക്കെ ആവശ്യമായിട്ടുള്ളൊരു രേഖകൾ തന്നെയാണ്. പിന്നീട് നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻഡോമെന്റ് മണിയെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾ കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചാൽ മാത്രമേ കൗൺസിലിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. അപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടർ കോളേജുകളിലേക്ക് 30,000 രൂപയും പ്രൈവറ്റ് സെക്ടർ മെഡിക്കൽ കോളേജുകളിലേക്ക് 2 ലക്ഷം രൂപയും പ്രൈവറ്റ് സെക്ടർ ഡെന്റൽ കോളേജുകളിലേക്ക് അത് 1 ലക്ഷം രൂപയായിട്ടാണ് വരുന്നത്. സോ ഇനി അവർ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എടുത്ത് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും ബോത്ത് ഡെന്റലും മെഡിക്കലും നോക്കണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 2 lakh rupees മാത്രം സെക്യൂരിറ്റി മണിയായിട്ട് അടച്ചാൽ മതിയാകും. മാത്രമല്ല ഇനി ഡെന്റൽ മാത്രമാണ് നോക്കുന്നത്, അതായത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടേഴ്സിലെ ഡെന്റൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 1 lakh rupees അടച്ചാൽ മതിയാകും. ഇതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 2 കാറ്റഗറി വൈസ് ഉള്ളവർക്കും ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാത്ത സ്റ്റുഡൻസ് സംബന്ധിച്ച് അവര്
ചോയ്സ് ഫില്ലിങ്ങിനോ കൗൺസിലിങ്ങിനോ വേണ്ടിയിട്ട് എലിജിബിൾ അല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സീറ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുന്ന ടൈമിൽ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ അടയ്ക്കുന്നത് സെയിം ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അത് തിരിച്ച് റീഫണ്ട് ആവുക. ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് സെയിം ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവുന്നതാണ്. സോ അതുകൊണ്ട് ഇവർ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ സ്വന്തം പേരൻസിൻ്റെയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കണം ഈ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ റീഫണ്ട് ടൈമിൽ ഇഷ്യൂസ് ഒന്നും കാണാതെ തിരിച്ച് റീഫണ്ട് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അവർ പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഓൺലൈൻ റെക്കോർഡ്സിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് റെക്കോർഡ്സ് വെരിഫൈ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈസ്കൂൾ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഇൻ്റർമീഡിയറ്റ് മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ടു റിസർവേഷൻ, കാറ്റഗറി വൈസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് രജിസ്ട്രേഷൻ ടൈമിലുള്ള നോഡൽ സെന്റർ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഓൺലൈൻ വെരിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ വെരിഫിക്കേഷൻ ഓഫ് ഓൺലൈൻ റെക്കോർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. ആ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചോയ്സ് ഫില്ല് ചെയ്യുന്നതും അലോട്ട്മെന്റ് പ്രോസസ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 6 നമ്മൾ പോകുന്നത്. ചാപ്റ്റർ 6 വരുമ്പോഴത്തേക്ക് അഡ്മിഷൻ പ്രോസസ് ആണ്. സോ അതും നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സും പിന്നെ അതുപോലെ ചാപ്റ്റർ 7 വരുമ്പോഴത്തേക്ക് റെസിഗ്നേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതെല്ലാം ചാപ്റ്റർ 5, 6, 7 ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ പിന്നീട് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അഡ്മിഷൻ പ്രോസസ്സും അലോട്ട്മെന്റ് പ്രൊസീജിയറും അതുപോലെ ചോയ്സ് ഫില്ലിംഗും ഒക്കെ നിങ്ങൾക്ക് ആ ടൈമിലായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ചാപ്റ്റർ 9 ഹെൽത്ത് സെന്റേഴ്സിന്റെ ആണ്. അതായത് UP NEET 2025 ഹെൽത്ത് സെന്റേഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ബോർഡ് ടൈപ്പാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസും അതെല്ലാം തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അനക്ഷേഴ്സിലേക്കാണ്. അപ്പോൾ അനക്ഷർ 1-നകത്ത് നോഡൽ സെന്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ടുള്ള നോഡൽ സെന്റേഴ്സിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ അതെന്തൊക്കെയാണ്, ഏതൊക്കെ നോഡൽ സെന്റേഴ്സ് ആണ് ഈ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അനക്ഷർ 2 വരുമ്പോഴത്തേക്ക് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പിന്നെ നോഡൽ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അനക്ഷർ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ അനക്ഷർ 3ന്റെ താഴെ തന്നെ നമുക്ക് ഡെന്റൽ കോളേജുകളുടെ ലിസ്റ്റും കാണാനായിട്ട് സാധിക്കും, ഗവൺമെന്റ് സെക്ടർ ആയിട്ടുള്ള. അനക്ഷർ 4 വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈവറ്റ് സെക്ടർ മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ അതിന് താഴെ തന്നെ നമുക്ക് നെക്സ്റ്റ് പേജിലായിട്ട് പ്രൈവറ്റ് സെക്ടർ ഡെന്റൽ കോളേജുകളുടെ ലിസ്റ്റും ഈ ഒരു അനക്ഷർ 4 താഴെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് അനക്ഷർ വരുന്നത് 6th one ആണ്. അതിൽ നമുക്ക് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ബോണ്ടിന്റെ ഒരു കോപ്പിയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അഡ്മിഷൻ ടൈമിൽ പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അനക്ഷർ 7th 8th ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ ഫോർ MBBS ആൻഡ് BDS കോഴ്സിന്റെ ആണ്. എന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരിക, ആർക്കൊക്കെ ഈ കോഴ്സുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിന്റെ അതണക്കെ ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഒരു അനക്ഷർ 7th one വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ ആപ്ലിക്കേഷൻസ് അയക്കുന്നതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഏജ് ലിമിറ്റ് വയസ്സോ എന്തെങ്കിലും ഒക്കെ നീറ്റിന്റെ വയസ്സോ എന്തെങ്കിലും ഒക്കെ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉള്ളവർക്ക് അതൊന്ന് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അനക്ഷർ 7 എന്ന് പറയുന്നത്. അനക്ഷർ 8 ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനി കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഫോർമാറ്റിന്റെ ഒക്കെ ഓരോ ബേസിന്റെ കോപ്പിയാണ്. അനക്ഷർ 8 മുതൽ അങ്ങോട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാ ഫോർമാറ്റും അതിന്റെ കോപ്പിയൊക്കെയാണ്. സോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത ശേഷം അത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു UP NEET 2025 ബ്രോഷർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ബ്രോഷറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറയാൻ വിട്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ഓരോ കൗൺസിലിംഗ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർലി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഏകദേശം ബ്രോഷറിനെ കുറിച്ചിട്ട് ഒരു എൻ്റയർ ഐഡിയ കിട്ടി കാണും. ഇതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അത് ഞാൻ മനഃപൂർവ്വം ഇപ്പൊ ഒഴിവാക്കിയിരിക്കുന്നതായിരുന്നു, വേറൊന്നും കൊണ്ടല്ല. ഇതെല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എൻ്റയർ ബേസിക് കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രൊസീജിയറും ഡോക്യുമെന്റ്സും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം
ഓരോ പ്രൊസീജിയർ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിന്റെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുക. അതുകൊണ്ട് ഇപ്പം എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് ബാലൻസ് ഉള്ള പ്രൊസീജിയറും അതിന്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ PSC എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.